നാം ഇന്ന് കാണുന്ന കേരളമുണ്ടായതിന് പുന്നപ്ര വയലാർ സമരഭൂമിയിൽ വീണ ചോരയ്ക്ക് വലിയ പങ്കുണ്ട്. അമേരിക്കൻ മോഡലുമായി തിരുവിതാംകൂറിനെ സ്വതന്ത്ര ഹിന്ദു രാഷ്ട്രമാക്കാൻ വന്ന സർ സി പിക്ക് ഇന്നത്തെ അഖണ്ഡ ഭാരത മാതാവിൻ്റെ വക്താക്കളുടെ പൂർവ്വസൂരിയായ സവർക്കർ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് വിളിച്ച് വാരിക്കുന്തമെടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ സമരത്തിൻ്റെ അടക്കം പാരമ്പര്യവുമായി നമുക്കൊപ്പം ജീവിച്ച മഹാരഥനാണ് ഇന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ കാലുറപ്പിച്ചത്. ട്രോയ് എന്ന ഹോളിവുഡ് സിനിമയുടെ ക്ലൈമാക്സിൽ ബ്രാഡ് പിറ്റ് അവതരിപ്പിച്ച കഥാപാത്രമായ ആക്യുലസ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അവർ എൻ്റെ കഥ പറയുകയാണെങ്കിൽ ഞാൻ രാക്ഷസന്മാരോടൊപ്പം നടന്നു എന്ന് പറയട്ടെ. ശൈത്യകാലത്തെ ഗോതമ്പ് ചെടി പോലെ മനുഷ്യർ ഉയരുകയും വീഴുകയും ചെയ്യും. പക്ഷേ ഈ പേരുകൾ അതൊരിക്കലും മരിക്കില്ല. അശ്വങ്ങളെ മെരുക്കുന്ന ഹെക്ടറിൻ്റെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നുവെന്ന് അവർ പറയട്ടെ. ഞാൻ ആക്യുലസിൻ്റെ കാലത്താണ് ജീവിച്ചിരുന്നതെന്നും അവർ പറയട്ടെ. ഒരു 20 കൊല്ലം കൂടി കഴിയുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമെങ്കിൽ അന്നത്തെ തലമുറയോട് നമുക്ക് പറയാം, ഐ ലിവ്ഡ് ഇൻ ദ ടൈം ഓഫ് വി എസ് അച്യുതാനന്ദൻ. ഞാൻ വി എസിൻ്റെ കാലത്ത് ഈ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന്. 1964 ഏപ്രിൽ 11 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെടുകെ പിളർന്നപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. കേരളത്തിലെ അവസാന കണ്ണിയായ വി എസിൻ്റെ വിടവാങ്ങലോടെ ആ അധ്യായം അടഞ്ഞിരിക്കുന്നു. അന്ന് കേരളത്തിൽ നിന്നുള്ള 7 പേരാണ് ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, AV കുഞ്ഞമ്പു, CH കണാരൻ, EK നായനാർ, VS അച്യുതാനന്ദൻ, EK ഇമ്പിച്ചുബാവ എന്നിവരായിരുന്നു ആ സഖാക്കൾ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ ചില ഭിന്നതകൾ രൂപം കൊണ്ടിരുന്നു. നെഹ്റു സർക്കാരുമായി മമതയിലായിരുന്ന സോവിയറ്റ് റഷ്യയോട് ആഭിമുഖ്യം വേണമെന്ന് എസ്.എ. ഡാംഗയ്ക്കൊപ്പമുള്ളവർ താൽപ്പര്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടതെന്ന് മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെട്ടു. ഇവർ തമ്മിലുള്ള ആശയപരമായ ഉരസൽ പാർട്ടിക്കുള്ളിൽ ഇടതു വലതു പക്ഷങ്ങളുടെ ഉത്ഭവത്തിന് വഴിവെച്ചു. 1962 ഇന്ത്യ ചൈന യുദ്ധത്തോടെ ആ ചേരിപ്പോര് മറ്റൊരു തലത്തിലേക്ക് കടന്നു. ഡാംഗെ വിരുദ്ധർ ജയിലിലടയ്ക്കപ്പെട്ടു. തുടർന്ന് ജയിൽ മോചിതരായവർ ഡാംഗയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തു. 1964 ഏപ്രിൽ 11 CPI ദേശീയ കൗൺസിൽ യോഗം ചേർന്നു. അതിനു മുൻപ് പുറത്തു വന്ന ഡാംഗയുടെ ചില കത്തുകൾ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധ സ്വരമുയർത്തിയിരുന്നു. 1924 ഡാംഗെ എഴുതിയെന്ന് പറയപ്പെടുന്ന 4 കത്തുകളും പാർട്ടി പിളർപ്പിന് ഒരു കാരണമായി. ആ കത്തുകളുടെ ആധികാരികത ചോദ്യം ചെയ്ത് ഡാംഗെ വിഭാഗമായ വലതുപക്ഷവും ഡാംഗയ്ക്കെതിരായ ഇടതുപക്ഷവും രംഗത്തെത്തി. പാർട്ടിക്കുള്ളിൽ ഡാംഗയ്ക്കെതിരെ തുടരെ ശബ്ദമുയരുന്നതിനിടയിലായിരുന്നു ഏപ്രിൽ 11 ദേശീയ കൗൺസിൽ യോഗം. യോഗത്തിൽ കത്ത് ചർച്ചയായി. ഡാംഗയുടെ രാജി എന്ന ആവശ്യമുയർന്നു. ഡാംഗെ വഴങ്ങിയില്ല. ഇതോടെ ദേശീയ കൗൺസിലിലെ 65 അംഗങ്ങളിൽ 32 പേരും പ്രതിഷേധിച്ചിറങ്ങിപ്പോയി. ഇറങ്ങിപ്പോന്നവർ ഏപ്രിൽ 15 ഒരു പുതിയ പാർട്ടിയുടെ കരട് പുറത്തിറക്കി. EMS സ്വന്തമായൊരു കരടും അന്ന് പുറത്തിറക്കി. ഇതിൻ്റെ തുടർച്ചയായി 1964 ഒക്ടോബർ 31 മുതൽ നവംബർ 7 വരെ കൊൽക്കത്തയിൽ ആദ്യ പാർട്ടി കോൺഗ്രസ് നടന്നു. ആ പാർട്ടി കോൺഗ്രസ്സിലായിരുന്നു CPM എന്ന പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത്. ആ വലിയ ചരിത്രമാണ് VS എന്ന രണ്ടക്ഷരത്തിൻ്റെ പിൻവാങ്ങലിലൂടെ ഇപ്പോൾ ഓർമ്മകളിലേക്ക് കൂടുമാറിയിരിക്കുന്നത്. 1940 17 വയസ്സുള്ളപ്പോൾ VS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. ജന്മിമാരിൽ നിന്ന് ക്രൂരമായ ചൂഷണത്തിന് വിധേയരായ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാൻ P. കൃഷ്ണപിള്ള VSനെ നിയോഗിച്ചു. തിരുവിതാംകൂർ ദിവാനെതിരെ പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിനിടെ VSന് ഒളിവിൽ പോകേണ്ടി വന്നു. അറസ്റ്റിലായതിനു ശേഷം കഠിനമായ കസ്റ്റഡി പീഡനങ്ങൾ നേരിട്ടു. 1956 ഐക്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്കും 1958 ദേശീയ കൗൺസിലിലേക്കും VS തിരഞ്ഞെടുക്കപ്പെട്ടു. 1980 മുതൽ 1992 വരെ CPIM സംസ്ഥാന സെക്രട്ടറിയായി. 1964 കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 1985 പോളിറ്റ് ബ്യൂറോ അംഗമായി. 7 തവണ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട VS 3 തവണ പ്രതിപക്ഷ നേതാവായി. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ അധ്വാനിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിനായി നിരവധി നിയമനിർമ്മാണ ഭരണ നടപടികൾ സ്വീകരിച്ചു. 8.5 പതിറ്റാണ്ട് നീണ്ട പാർട്ടി ജീവിതത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് VS സാക്ഷ്യം വഹിച്ചു. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പ്രേക്ഷകരുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിൽ VS അഗാധമായ വൈദഗ്ധ്യം നേടിയിരുന്നു.
ജീവിതശൈലിക്കും സാമൂഹ്യ നീതിയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും പേരുകേട്ട VS അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അഴിമതിക്കെതിരായ കുരിശുയുദ്ധവും പരിസ്ഥിതി നശീകരണത്തിനെതിരായ നിരന്തര പോരാട്ടവും VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തിളക്കമാർന്ന 2 അധ്യായങ്ങളാണ്. കെ കരുണാകരൻ്റെ ഭരണകാലത്തുണ്ടായ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഇടമലയാർ പാമോയിൽ അഴിമതി കേസുകൾ ഇതിനുദാഹരണങ്ങളാണ്. 1982-87 കാലത്ത് കെ കരുണാകരൻ മന്ത്രിസഭയിൽ വൈദ്യുത മന്ത്രിയായിരുന്ന R ബാലകൃഷ്ണപിള്ള ഇടമലയാർ വൈദ്യുത പദ്ധതിയുടെ കരാർ തുക പെരുപ്പിച്ച് കാട്ടി അഴിമതി നടത്തിയെന്നതായിരുന്നു ഇടമലയാർ കേസ്. ടണൽ നിർമ്മാണ ടെൻഡറിൽ ക്രമക്കേടുണ്ടെന്നും സർക്കാരിന് 3 കോടിയുടെ നഷ്ടം വരുത്തിയെന്നുമായിരുന്നു ആരോപണം. ഏറെ വർഷങ്ങൾ സുപ്രീം കോടതി വരെ നീണ്ട നിയമയുദ്ധത്തിൽ R ബാലകൃഷ്ണപിള്ളയ്ക്കും മറ്റ് 2 പ്രതികൾക്കും 2 വർഷം തടവ് ശിക്ഷ ലഭിച്ചു. ശിക്ഷാവിധിക്കെതിരെ വിവിധ കോടതികളിൽ വലിയ നിയമയുദ്ധം നടന്നു. ചുരുങ്ങിയ നാളുകളിലാണെങ്കിലും ബാലകൃഷ്ണപിള്ളയ്ക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. നിരന്തരം കോടതികളെ സമീപിച്ച് ഒട്ടും വീറ് ചോരാതെ VS നടത്തിയ നിയമയുദ്ധം കേരളത്തിലെ തലയെടുപ്പുള്ള നേതാവായിരുന്ന R ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ജീവിതത്തെ ഉലച്ചു. 1991 മുതൽ 96 വരെയുള്ള കെ കരുണാകരൻ മന്ത്രിസഭാ കാലത്താണ് പാമോയിൽ കേസിൻ്റെ ഉത്ഭവം. ടെൻഡർ വിളിക്കാതെ മലേഷ്യൻ കമ്പനിക്ക് ഉയർന്ന നിരക്കിൽ കരാർ നൽകിയെന്നും സർവീസ് ചാർജ് ഇനത്തിൽ അവർക്ക് ഉയർന്ന നിരക്ക് നൽകുക വഴി സംസ്ഥാന സർക്കാരിന് 2,32,00,000 രൂപയുടെ നഷ്ടം വരുത്തിയെന്നുമായിരുന്നു ആരോപണം. പക്ഷേ എണ്ണയ്ക്ക് ക്ഷാമം നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സർക്കുലറിൻ്റെ മറവിലായിരുന്നു 15,000 ടൺ പാം ഓയിൽ ഇറക്കുമതി ചെയ്തത്. ഇടപാടിൽ അഴിമതി നടന്നതായി സംസ്ഥാന അക്കൗണ്ടന്റ് ജനറലും കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഇറക്കുമതി സംബന്ധമായ ഫയലുകളുടെ കോപ്പികൾ സഹിതമാണ് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാർ ഇറക്കിയ സർക്കുലറിലെ വ്യവസ്ഥകൾ ലംഘിച്ചാണ് ഇറക്കുമതി നടത്തിയതെന്ന് VS സഭയിൽ രേഖകൾ സഹിതം സമർത്ഥിച്ചു. അന്നത്തെ UDF സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിലും തൊട്ടു പിന്നാലെ വന്ന ഇടതു സർക്കാർ കേസ് നടപടികൾ ഊർജിതമാക്കി. ഒരു മുഖ്യമന്ത്രിയെ 1-ാം പ്രതിയാക്കിയുള്ള അഴിമതി കേസ് എന്ന ഖ്യാതിയും പാം ഓയിൽ കേസിനാണ്. അതോടെ കേസിന് ദേശീയ പ്രാധാന്യവും കൈവന്നു. കെ കരുണാകരൻ അന്തരിക്കും വരെ കേസ് തുടർന്നു. കേസിൽ പ്രതി ചേർക്കപ്പെട്ട അന്നത്തെ ധനകാര്യമന്ത്രിയും പിന്നീട് മുഖ്യമന്ത്രിയുമായ അന്തരിച്ച ഉമ്മൻചാണ്ടിക്കും ഇതിനു പിറകെ ഏറെ അറിയേണ്ടി വന്നു. പൊതുമുതൽ സംരക്ഷിക്കുന്ന കാര്യത്തിലും കർക്കശക്കാരനായിരുന്നു VS. കൊച്ചി കാക്കനാട്ടുള്ള ഇൻഫോ പാർക്ക് പൊതുമേഖലയിൽ നിലനിർത്താൻ VS നടത്തിയ ഇടപെടൽ ഇതിന് അടിവരയിരുന്നു. ഇൻഫോ പാർക്കിൻ്റെ സ്ഥലം ദുബായിലെ സ്മാർട്ട് സിറ്റിക്ക് ചുളുവിലേക്ക് കൈമാറാൻ UDF സർക്കാർ ശ്രമിച്ചപ്പോഴാണ് പ്രതിപക്ഷ നേതാവായിരുന്ന VSൻ്റെ ഇടപെടൽ. 92 കോടിയുടെ സർക്കാർ നിക്ഷേപവും 1000 കോടിയുടെ മതിപ്പ് ബ്രാൻഡിംഗ് വിലയുമുണ്ടായിരുന്ന ഭൂമി കേവലം 80 കോടിക്ക് ടീകോം കമ്പനിക്ക് വിൽക്കാനായിരുന്നു നീക്കം. 1012 കോടിയുടെ നഷ്ടമാണ് ഇതിലൂടെ സർക്കാരിനുണ്ടാവുക. മാത്രമല്ല അവരുമായി വിൽപ്പനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ കേരളത്തിലെ IT മേഖലയുടെ കൂമ്പ് അടയ്ക്കുന്നതുമായിരുന്നു. 9 ജില്ലകളിൽ മറ്റ് IT സ്ഥാപനങ്ങൾ അനുവദിക്കാതിരിക്കുക, IT സ്പെഷ്യൽ സോണുകൾ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ വിചിത്ര വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. കേരളത്തിൻ്റെ വ്യാവസായിക താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായുള്ള ഈ കരാറിനെതിരെ VSൻ്റെ നേതൃത്വത്തിൽ വൻ പ്രക്ഷോഭം നടന്നു. തൊട്ടു പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സർക്കാർ അധികാരത്തിലെത്തുകയും ഇൻഫോ പാർക്ക് പൊതുമേഖലയിൽ നിലനിർത്താൻ തീരുമാനമെടുക്കുകയുമായിരുന്നു. സംസ്ഥാനത്തിൻ്റെ IT വികസനത്തിൽ ഇത് സുപ്രധാന പാതയായി മാറി. ജനനായകനും ക്രൗഡ് പുള്ളറായും ജനക്കൂട്ടത്തിൻ്റെ കണ്ണും കരളുമായിരുന്ന VS മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് ഒരിക്കൽ പോലും മന്ത്രിയാക്കാൻ സാഹചര്യം കിട്ടാത്ത ദൗർഭാഗ്യവാനായ നേതാവ് കൂടിയായിരുന്നു. രാഷ്ട്രീയ രംഗത്ത് ഇത്രയേറെ കാലം പ്രവർത്തിച്ചിട്ടും മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് അച്യുതാനന്ദൻ സംസ്ഥാന മന്ത്രിയായിട്ടില്ല. പാർട്ടി കൂടുതൽ സീറ്റുകൾ നേടുമ്പോൾ VS തോൽക്കുകയും VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന സ്ഥിതിയായിരുന്നു മിക്ക തവണയും. എന്നാൽ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി മാറി. ആ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 140 സീറ്റിൽ 98 സീറ്റുകൾ നേടി വൻപൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറാൻ VSന് കഴിഞ്ഞു. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തി എന്ന നേട്ടവും VSനുള്ളതാണ്. 2006 മെയ് 18-ന് കേരളത്തിൻ്റെ 11ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ VSന് 83 വയസ്സായിരുന്നു. അന്യാധീനപ്പെട്ട സർക്കാർ ഭൂമികൾ തിരിച്ചുപിടിക്കാൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ VS നടത്തിയ ഇടപെടലുകളും ചരിത്രത്തിൻ്റെ ഭാഗമാണ്.
2007 ഇതിനോടനുബന്ധിച്ചുള്ള മൂന്നാറിലെ ഒഴിപ്പിക്കൽ നടപടി VS ഏറ്റെടുക്കുന്നത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായിരുന്ന K. സുരേഷ് കുമാർ, രാജു നാരായണസ്വാമി, ഋഷിരാജ് സിംഗ് എന്നിവരെയാണ് ഈ ദൗത്യത്തിന് അദ്ദേഹം നിയോഗിച്ചത്. സ്വന്തം പാർട്ടി നേതാക്കൾ പോലും മുഖം തിരിഞ്ഞു നിന്നിട്ടും VS വച്ചകൾ പിറകോട്ടെടുത്തില്ല. നിരവധി അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി. 16,000 ഏക്കറോളം സ്ഥലം കയ്യേറ്റക്കാരിൽ നിന്ന് വീണ്ടെടുത്തു. പാവപ്പെട്ടവരെയും ചെറുകിട കർഷകരെയും ഒരു വിധത്തിലും ഉപദ്രവിക്കരുതെന്ന കർശന നിർദ്ദേശവും അദ്ദേഹം ദൗത്യസംഘത്തിന് നൽകിയിരുന്നു. ടാറ്റ ഗ്രൂപ്പിൻ്റെ കണ്ണൻദേവൻ കമ്പനിയുടെ കൈവശമായിരുന്നു ഏറ്റവും കൂടുതൽ കയ്യേറ്റ ഭൂമി. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ കയ്യേറ്റ ഭൂമിയിൽ നിന്ന് അവരുടെ സ്ഥാപനത്തിൻ്റെ ബോർഡുകൾ പിഴുതെറിഞ്ഞ് സർക്കാർ ഭൂമി എന്ന ബോർഡും സ്ഥാപിച്ചു. 1300 ഏക്കർ ഭൂമിയാണ് ധീരമായ ഈ നടപടിയിലൂടെ സർക്കാരിന് ലഭിച്ചത്. എന്നാൽ ഈ ദൗത്യം ഉദ്ദേശിച്ച വിധം പൂർത്തീകരിക്കാൻ കഴിയാതെ പോയി എന്നത് മറ്റൊരു ചരിത്ര സത്യം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ മുഖ്യമന്ത്രി പദത്തേക്കാൾ ശ്രദ്ധിക്കപ്പെട്ട പ്രതിപക്ഷ നേതാവെന്ന വിശേഷണവും VS അച്യുതാനന്ദനായിരിക്കും കൂടുതൽ അനുയോജ്യമാവുക. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച അച്യുതാനന്ദൻ ഒട്ടേറെ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകി. വനം കയ്യേറ്റം, മണൽ മാഫിയ, അഴിമതി എന്നിവയ്ക്കെതിരെ ശക്തമായ നിലപാടുകളെടുത്തത് ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി. പെൺവാണിഭക്കാരെയും അഴിമതിക്കാരെയും തുറുങ്കിലടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച് രാഷ്ട്രീയ താരമൂല്യത്തോടെ മുന്നേറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കേരള നിയമസഭ കണ്ട ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളാണ് അച്യുതാനന്ദൻ. 1992 മുതൽ 1996 വരെയും 2001 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയും അദ്ദേഹം സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 2001-ലും 2006-ലും പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 2001-ലാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ജനകീയത കിട്ടിയത്. അക്കാലത്ത് അദ്ദേഹം എടുത്ത നിലപാടുകൾക്ക് സാധാരണ ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുകയായിരുന്നു.